പോണല്ലേ? ഡെയിലി പോയിക്കൊണ്ട് വെറുത്തുമണി ഇവിടെ പോയിട്ട് ക്ലാസ് റൂം മൊത്തം ഇരുട്ടാക്കും. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ അതൊക്കെ ആലോചിച്ചപ്പോ ഭയങ്കര നെസ്റ്റ്. നമ്മള് ഇൻട്രോ പറയാം അല്ലേ? അപ്പൊ അങ്ങനെ പറയേണ്ട ഞാനൊരു ചെറിയ കൺഫ്യൂഷനിലാണ്. ഇപ്പൊ ഈ വീഡിയോ ഉണ്ടാക്കുമ്പോ എനിക്കുണ്ട് ഒരു ടെൻഷൻ എനിക്കുന്നല്ല. പൊതുവെ എല്ലാവർക്കും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോ നമുക്ക് ഉള്ളിൽ നിന്നൊരു വേറെ സാധനം. അതാണ് എന്റെ പേര് മിഡിൽ ക്ലാസ് എന്നാണ്. അപ്പൊ നമ്മളെ ജീവിതാനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ ഇങ്ങനെ ഈ ചാനലിലൂടെ തന്നെ പറയാം. അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അതിശക്തമായ മഴ വരുന്നുണ്ട് കേട്ടോ. നല്ല മഴക്കാറ്. ഈ മഴക്കാറ് കാണുമ്പോ എനിക്ക് എന്തെങ്കിലും ഓർമ്മ വരലുണ്ടോ? ഓർമ്മ വരച്ചാല് എനിക്ക് എന്റെ ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെ മഴക്കാറ് വരുമ്പോ ഞാൻ പഠിച്ച 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ എന്റെ മനസ്സിൽ ആദ്യം അങ്ങനെ ഓർമ്മ വരിക. കാരണം ഇങ്ങനെ മഴക്കാറ് വന്നുകൊണ്ട് ക്ലാസ്സിൽ ആകെ ഇരുട്ടാവും. അങ്ങനെ ഇരുട്ടായിക്കാണ്ട് ടീച്ചറ് ലൈറ്റ് ഒക്കെ എടുത്ത് ഞാൻ ലൈറ്റ് എടുത്ത് നിങ്ങൾ പഠിക്കും. അതേമാതിരി ഇങ്ങനെ ഇരുട്ടാன സമയത്ത് നമ്മളെ ആ ടെറസിന്റെ സൈഡിലുണ്ടാവും ഹോൾ ഉണ്ടാവുക. വെളിച്ചം ക്ലാസ്സിക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഹോളിൽ എന്ത് ചെയ്യും, ചാർട്ട് ചുരുട്ടിക്കാണ്ട് കൊണ്ടുപോയിക്കാണ്ട് വെക്കും. എന്നിട്ട് റൂം മുഴുവൻ ക്ലാസ് റൂം മൊത്തം ഇരുട്ടാക്കും. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ അതൊക്കെ ആലോചിച്ചപ്പോ ഭയങ്കര നെസ്റ്റ്. അതൊക്കെ ആലോചിക്കുമ്പോ സത്യം പറഞ്ഞാ എന്താ പറയാ, അത് അടിപൊളി ഓർമ്മകളാണ്. അതേമാതിരി ഉച്ചക്ക് നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിടുമല്ലോ. അപ്പൊ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി ആ ചാച്ചന്മാരത്ത് നമ്മൾ ഈ ചോറ് കഴിച്ച് ഈ ചോറ് കഴിച്ച് നമ്മൾ ക്ലാസ് റൂമൊക്കെ പോണത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചെറുപ്പയറും ചോറും. എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു അമീന്. ചില ദിവസം അവന് പ്ലേറ്റ് കൊണ്ടുപോകില്ല, ഇങ്ങനത്തെ പ്ലേറ്റ് ഉണ്ടാവും. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഒരു പ്ലേറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചിരുന്നത്. അത് ആ മഴത്ത് ഇറത്ത് നിന്നാണ് കഴിച്ചിരുന്നത്. എവിടെ അമീനിപ്പോ ഗൾഫിലാണ്. എല്ലാരും ബിസി ആയില്ലേ? ജീവിതത്തിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തി. എല്ലാവരും ഓർമ്മകളൊക്കെ അയവിറക്കി സോഷ്യൽ മീഡിയയിൽ മാത്രമൊന്നും അറിയിക്കുന്നില്ല. മഴ ശക്തമായി. അമീനൊക്കെ വീഡിയോ കാണട്ടെ അല്ലേ? അമീനെ കാണട്ടെ. അന്ന് അമീനൊക്കെ ഉണ്ടല്ലോ, പിന്നെ എല്ലാ ക്ലാസ്സിനും ഓരോ ലൈനേക്കാരം കാര്യം. ഓന് ഇത് സെറ്റായി കൊടുക്കുന്ന ഞാനാട്ടോ. പാവന്നു. പിന്നെ ലൈന് പൊട്ടുമ്പോ കാര്യമൊക്കെ ചെയ്യുക ചെറുപ്പം. എനിക്കെന്തൊരു സങ്കടക്കാരം. ഓന്റെ കരച്ചിൽ കാണുമ്പോൾ സങ്കടക്കാരം. അങ്ങനെ +1 +2 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. അങ്ങനെ അമീനൊന്നും മാത്രം പറയാൻ പറ്റില്ല. അമീന്റെ കൂടെ ഒരുത്തരുമാഴ ഉണ്ടായിരുന്നു അസ്ലമും ഗൾഫിലാണ്. ഞാൻ മാത്രം എല്ലാവരും ഗൾഫിൽ പോയി. ഞാൻ മാത്രമേ ഉള്ളൂ ഗൾഫിൽ പോകാതെ ഇവിടെ പിടിച്ച് സ്ട്രഗിൾ ചെയ്ത് നോക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുമോ എന്ന് അറിയാനുള്ളൊരു എനിക്ക് സത്യം മതിയ താല്പര്യമില്ല. എനിക്ക് ഉള്ള കാലം മാറ്റിപ്പാൻ്റെ ഒക്കെ കൂടെ. കാരണം അത് 90 കഴിഞ്ഞ ഉടനെ എന്റെ ഫാദർ പോക്ക് തുടങ്ങിയതാണ് ഗൾഫില്. അത് പിന്നെ അന്ന് നമ്മളിപ്പാന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് 3 വയസ്സാകുമ്പോഴാണ് എന്റെ ഫാദർ നാട്ടിൽ തിരിച്ചു വരുന്നത്. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ 25ാം വയസ്സിൽ എന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് 26ാമത്തെ വയസ്സിലാണ് വാപ്പ പ്രവാസ ജീവിതത്തോട് ഇവിടെ പറഞ്ഞുകൊണ്ട് നിന്നത്, ഇവിടെ നാട്ടിൽ നിന്നത്. അതുവരെ പോയി. ഇനിയുള്ള കാലം ഉപ്പാന്റെയും ഉമ്മാന്റെയും ഒക്കെ എനിക്ക് നിൽക്കാനുള്ള ഒരു ആഗ്രഹമാണ്. അതല്ല, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് ഫാദർ പറയില്ലേ ഒന്ന് പോയി രക്ഷപ്പെട്ടു പറഞ്ഞാൽ ഫാദർ പറയും, പിന്നെ എനിക്കൊരു പെരയും കൂടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇജ്ജ് പോയിക്കോ. അന്നെ ഞാൻ നിർബന്ധിക്കൂല. ഇജ്ജ് പോണം പോയിക്കാണ്ട് പൈസ ഉണ്ടാക്കി പെരയും കൂടിയൊക്കെ കയറ്റണമെന്ന് പറഞ്ഞാൽ നിർബന്ധിക്കൂല. എനിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇജ്ജ് പോവുക. അല്ലെങ്കിൽ ഇവിടെ നിന്നിക്കാണ്ട് എങ്ങനെയെങ്കിലും സെറ്റ് ആകാൻ പറ്റുകയാണെങ്കിൽ
സെറ്റ് ആയിക്കോ. എന്റെ ഒരു എന്റെ ഒരു ഇതെന്താ വെച്ചാല് ആകെ കുറച്ച് ജീവിതമല്ലേ ഉള്ളൂ. അത് പിന്നെ ഫാമിലിന്റെ ഒപ്പം നിന്ന് കണ്ട് നിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. പോണ്ടെന്ന് ഞാൻ പറയണേ. ഇപ്പൊ പറയാൻ പറ്റൂല, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോണ്ടി വരും. സാഹചര്യം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഓരോ ആൾക്കാരും ഓരോ ആവശ്യങ്ങളുമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിന്റെ യാത്രയിൽ എത്ര പ്രശ്നങ്ങളുണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടും പലതുമായിട്ടാണ് ഓരോരുത്തർ പോകുന്നത്. ഓലൊക്കെ പ്രശ്നങ്ങൾ ഓൽക്കാനുള്ളൂ. പ്രതീക്ഷകളാണ്, നാളത്തേക്കുള്ള പ്രതീക്ഷകളാണ്. അതാണ് ഓരോ ആൾക്കാരും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പ്രതീക്ഷയെല്ലാം കഴിഞ്ഞു. സ്വപ്നങ്ങളും വേണം. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ ജീവിക്കാൻ ആഗ്രഹങ്ങളുള്ളൂ. അപ്പൊ ഗൈസ്, നമ്മൾ പർച്ചേസ് കഴിഞ്ഞാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ടോൾ പ്ലാസ. അല്ല, എപ്പോഴും ടോൾ കൊടുക്കേണ്ടി വരുമോ? കൊടുക്കേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരുമോ? ഓപ്പണായോ അറിയില്ല. റോഡൊക്കെ അടിപൊളിയാണ് അല്ലേ? പക്ഷേ ഈ തിരുവമ്പാടി ഒഴിവാക്കി തരാണെങ്കിൽ വളരെ സന്തോഷം. എൻട്രിയിലോട്ട് എക്സിറ്റും ഒക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത് അല്ലേ? ആൾക്കാരെ എക്സിറ്റ് അടിച്ചു കൊടുത്ത് എൻട്രി ചെയ്ത്, എൻട്രി അടിച്ചോടത്ത് എക്സിറ്റ് ചെയ്ത്, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അതൊക്കെ റെഡി ആവാൻ അതിൻ്റെ ഒക്കെ ഒരു ക്ലാസ് നമ്മളെ ഗവൺമെന്റ് ഒന്നുപാടി ജനങ്ങൾക്ക് കൊടുക്കണം എന്നതിൻ്റെ അഭിപ്രായം. എന്നാൽ കുറച്ച് റെഡി ആവും. എന്നാ റെഡി ആവും. ഈ NH റോഡിൽ ഇങ്ങനെ പോവാൻ 5ാമത്തെ കിലോമീറ്ററാണ് ഇങ്ങനെ പോവാ. നല്ല മഴ വേറെ വൈബ മോനെ. സംഭവം അടിപൊളി. സ്പീഡ് കൂടുമ്പോ അപകടം കൂടുന്നു പറഞ്ഞേക്കാം. ശ്രദ്ധിക്കണം. ഗൾഫിലൊക്കെ അങ്ങനെ കാണല്ലോ. ഒരു വണ്ടിയെ തട്ടിക്കഴിഞ്ഞാൽ അതിന് വരെ തട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ സ്പീഡിൽ തന്നെ പോകാൻ പറ്റില്ല. അവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ ഗൾഫിലെ ട്രാഫിക്കിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മൾ അവിടെ കുറെ കാലം വണ്ടി ഓടിച്ച് പരിചയിച്ച ഒരാള് നാട്ടിൽ വന്ന് ആകെ പ്രാന്താവും. കാരണം ഇവിടെ കാരണം ഞാൻ ഗൾഫ് പോയിട്ടില്ലല്ലോ. ഇവിടെ തന്നെ ആയതുകൊണ്ട് പ്രശ്നമല്ല. എനിക്ക് ഇവിടെ ശീലിച്ചു പോയി. ഈ അവിടെ എത്തുമ്പോൾ ഈ അന്തപ്പെടും. ഇവിടെ എല്ലാവരും ഭയങ്കര അച്ചടക്കത്തിൽ ഓടിക്കുന്നത് അറിയും. ഗൾഫിലെത്തിയാൽ അവിടെ പറഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിനിൽ ഇങ്ങനെ എല്ലാവരും ഭയങ്കര റൂൾസ് റെഗുലേഷൻസ് പാലിച്ചിട്ടാണ് ഓടിക്കുന്നത്. ഇയാൾ ഇതങ്ങോട്ട് കയറും, ആ വണ്ടി ഇങ്ങോട്ട് കയറി. ഞാനിപ്പോ ആകെ ഇന്ത്യ തന്നെ ചെന്നൈ, ബോംബെ, ഗുജറാത്ത് അവിടെയൊക്കെ വണ്ടി ഓടിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ ഓടിച്ചിട്ടുള്ളൂ. അവിടെ കൂടുതലായിട്ട് ഓടിച്ചിട്ടുള്ളത് ഇവിടെയാണ്, നമ്മളെ നാട്ടിൽ. കേരളത്തിന്റെ ഹൈവേ. കടലുണ്ടിപ്പുരം. ഏതുണ്ടി? നല്ല മഴ, നല്ലതും. പിന്നെ വേറൊരു സംഭവമുണ്ട്. ഇത് പോരല്ല, നല്ല വലുതെടുക്കാം. വലുതിട്ട് വണ്ടി എടുത്ത് തട്ടണോ കേട്ടോ. പിന്നെ ഞങ്ങള് പർച്ചേസ് കഴിഞ്ഞ് വരികയാണ്. വണ്ടിയിലത്തെ സാധനം ബാക്കിൽ ഫുള്ള് സാധനമുണ്ട്. അപ്പോൾ അതിനിടയിൽ റംബുട്ടാൻ വാങ്ങി അതും കഴിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യണേ. ഈ റോഡൊക്കെ നോക്കട്ടെ. ആഹാ, കണ്ണാടിച്ചില്ല പോലത്തെ റോഡ്. കൊതിയാവും അതിവിടെ ഇങ്ങനെ പോവാൻ. നമ്മളെ ആനക്കര ടു പെരിന്തൽമണ്ണ, മങ്കട റൂട്ട്.
ഞാൻ റൂട്ട് കൂടെ ഒന്ന് പോയിക്കണോ? ഞാൻ പോയിട്ട് പോയിക്കോ. ഡെയിലി പോണല്ലേ? ഞാൻ ഡെയിലി പോയിക്കൊണ്ട് വെറുത്തുകൂടെ ഇവിടെ പോയിട്ട് അതെ. എന്താ ആരും ശ്രദ്ധിക്കാത്ത നാട്ടുകാർ കംപ്ലൈന്റ് കൊടുക്കണില്ല, എന്താ സംഭവമാവും? അത് എന്താ ശരിയായി വരുന്നുണ്ടാവും. എവിടെ ശരിയാവും? 2-3 കൊല്ലായിട്ട് ഇത് അങ്ങനെ തന്നെ കിടക്കും. ഞാൻ ഡെയിലി ഇവിടെ പോണ ആളല്ലേ. ഞാൻ ഇപ്പൊ ഇനി ഇവിടെ പോകില്ല. ഞാൻ ഇപ്പൊ പിന്നെ കോഴിക്കോട് റോഡുണ്ടല്ലോ, അതിൽക്കൂടെ പോലെ പിന്നെ കോഴിക്കോട് റോഡ് ചെറുതായിട്ട് മോശമായിട്ട് വരുന്നുണ്ട്. എന്താ വെച്ചാല് എനിക്ക് നമ്മളവിടുത്തെ കാലാവസ്ഥയാണ് അതിന്റെ ഒക്കെ ഒരു കാരണം. നമ്മള് മഴയല്ലടാ, അപ്പൊ നല്ല റോഡാണെങ്കിലും പെട്ടെന്ന് തടിയൂല. നല്ലൊരു പരിപാടിയാണ്. ഞാൻ പറയാം എന്റെ ഒരു ഇത് പറഞ്ഞു കേട്ടോ. പക്ഷെ നമ്മള് വിദേശത്ത് പറഞ്ഞാലേ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ മഴയില്ലല്ലോ, നല്ല റോഡാണ്, അത് അവിടെ അങ്ങനെ കിടക്കും. നമ്മളവിടുത്തെ മാതിരി മഴയില്ലല്ലോ. അപ്പൊ ആ ചെയ്തിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്യും. പിന്നെ അവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ അടിപൊളി കാരണം. ഇവിടെ പറഞ്ഞാൽ ചെയ്തിട്ടാല് പിന്നെ നല്ല മഴയും കാര്യങ്ങളും, പിന്നെ ഇതുപോലെ നല്ല അടിപൊളി ഏരിയകൾ ഇങ്ങനെ ഒഴിഞ്ഞൊരു വെള്ളം വലിച്ചു പോകാത്ത രീതിയിൽ ഹൈറ്റിലുള്ള റോഡൊക്കെ നമ്മളെ ഉള്ളേരിയയിലില്ലല്ലോ. ഇവിടെ അങ്ങനെ വലിയ എൻഎച്ചിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ റോഡ്. 5-6 കൊല്ലമായിട്ട് നല്ലൊരു വൃത്തിയുള്ള റോഡ് തന്നെ ആയിരുന്നു അത്, മങ്കട റൂട്ട്. കംപ്ലൈന്റ് ആയതിനു ശേഷം പിന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ അതാണ് ഞാൻ പറയണത്. ഒന്നും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്ത് കണ്ട് പോവാണെങ്കിൽ സംഗതി വൃത്തിയുള്ളൂ. ആർക്കും ആണ്, ആരോടും പറയാം ഒക്കെ ശരിയാവും. അപ്പൊ സൈനോ, വെള്ളിയാഴ്ചയാണ്, ചുമ്മാന് ടൈമായി, വീഡിയോ എടുക്കലൊക്കെ ഒന്ന് നിർത്തി വെച്ചടാ. അപ്പൊ നമുക്ക് കാണാം വീണ്ടും. പുതിയതൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ.